السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه، فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇജ്തിമാഅ് അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തും ഹൗളും ജിവാറുമൊക്കെ ലഭിക്കാൻ ഉതകുന്ന നിമിത്തമാകുന്ന ഒരു സദസ്സായി അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ തുടങ്ങാൻ നിശ്ചയിച്ച സമയം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സുദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം മുഴുക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴും ഇടതടവില്ലാതെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം സ്മരിക്കുന്നുണ്ട്, വാഴ്ത്തുന്നുണ്ട്. വിശുദ്ധമായ റബീഉൽ അവ്വൽ ആരംഭ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി സംഭവിച്ച ഒരു സമയമായതുകൊണ്ട് ഇതര സമയങ്ങളിൽ നിന്ന് സവിശേഷമായി റബീഉൽ അവ്വൽ മാസത്തെ പൂർവകാലം മുതൽക്ക് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളമായി പറയാനും പഠിക്കാനും കേൾക്കാനും ഒക്കെയുള്ള വേദികൾ ഒരുക്കി സ്വീകരിച്ചു പോരുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും വളരെ സ്തുത്യർഹമായ രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനും കേൾക്കാനുമുള്ള വഴി നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, സർവസ്വത്തെക്കാളും അവിടുത്തെ പ്രിയപ്പെടണം, പിരിശപ്പെടണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. സൂറത്തു തൗബയുടെ 24-ാം സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും
وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها. أشرف الخلق محمد رسول الله صلى الله عليه وسلم തങ്ങളെ സ്നേഹിക്കേണ്ടത് ബാധ്യതയാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഇമാം ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസിദ്ധമായ തന്റെ കിതാബ് ശിഫ അതിൽ കൊണ്ടുവരുന്ന സൂക്തം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ നബി താങ്കൾ പറയുക, ഇൻ കാന ആബാഉക്കും നിങ്ങളെ മാതാപിതാക്കളായാൽ വഅബ്നാഉക്കും നിങ്ങളെ സന്താനങ്ങളായാൽ വഇഖ്വാനുക്കും നിങ്ങളെ സഹോദരങ്ങളാണെങ്കിൽ വഅസ്വാജുക്കും നിങ്ങളെ ഇണകളാണെങ്കിൽ വഅശീറത്തുക്കും നിങ്ങളെ മറ്റു ബന്ധുക്കളാണെങ്കിൽ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ പാടുപെട്ട് പ്രയാസം സഹിച്ച് സമ്പാദിക്കുന്ന നിങ്ങളെ സ്വത്തുവകകളാണെങ്കിൽ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നഷ്ടം സംഭവിച്ചു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ വ്യാപാരവും കച്ചവടവുമാണെങ്കിൽ വമസാകിനു തർദൗനഹാ നിങ്ങൾ പിരിശപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നിങ്ങളെ വാസസ്ഥലങ്ങളില്ലേ, നിങ്ങളെ പുരയിടങ്ങളില്ലേ, വീടുകളില്ലേ, അതാണെങ്കിൽ അഹബ്ബ ഇലൈക്കും നിങ്ങളിലേക്ക് ഏറ്റവും പിരിശപ്പെട്ടതാണെങ്കിൽ മിനല്ലാഹ് അല്ലാഹുവിനേക്കാൾ വറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം വ്യക്തികളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസൂ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷ കൊണ്ടുവരുന്നതാ, വലിയ അദാബ് ഇറക്കുന്നതാ, അത് കാത്തുകൊള്ളുക, പ്രതീക്ഷിക്കുക. ഇമാം ഖാളി ഇയാദ് എഴുതുകയാണ്, ഫകഫാ ബിഹാദാ ഹല്ലൻ വതംബീഹൻ വദലാലതൻ വഹുജ്ജതൻ അലൽ ഇൽതിസാമി മഹബ്ബതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് നിർബന്ധമാണ്, നിർബന്ധ ബാധ്യതയാണ് എന്ന് വ്യക്തമായി അറിയിക്കുന്ന, ഉണർത്തുന്ന, വിളിച്ചോതുന്ന ഏറ്റവും വലിയ പ്രമാണമാണിത്. ഇത് അല്ലാഹു തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മോശമായ രീതിയിൽ വളരെ താക്കീദിന്റെ സ്വരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. മൻ ഒരാളെ കാന മാലുഹു വ അഹ്ലുഹു വ വലദുഹു അഹബ്ബ ഇലൈഹി മിനല്ലാഹ് വറസൂലിഹി. ഇമാം ഖാളി ഇയാദ് പറയുകയാണ്, ഏതൊരു മനുഷ്യൻ അവന്റെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ അവന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭൗതിക ലോകത്ത് പിരിശപ്പെട്ട ആരെല്ലാമുണ്ടോ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായാൽ അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും പിരിശപ്പെട്ടതായാൽ അല്ലാഹു പറയുന്നു, ഫതറബ്ബസൂ നിങ്ങൾ കാത്തുകൊള്ളുക, നിങ്ങൾ പ്രതീക്ഷിക്കുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. വലിയ താക്കീദിന്റെ സ്വരമാണ്. ഇമാം ഖാളി ഇയാദ് പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും സ്വത്തുവകകളെക്കാളും തന്റെ പുരയിടം ഓരോ പ്രയോഗങ്ങളും വിശദമായി വിവരിക്കേണ്ടതാണ്. ഒരാൾ വീട് നിർമ്മിക്കാൻ എത്ര കഷ്ടപ്പെടണം, അയാളുടെ ഒരു വലിയ സ്വപ്നമാണ് വാസയോഗ്യമായ ഒരു വീടെന്ന് പറഞ്ഞാൽ. നാലു കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭ്യമായാൽ അയാൾ സഈദാണ്, സൗഭാഗ്യവാനാണ്. 1 അൽ മസ്കനുൽ വാസിഅ, വാസയോഗ്യമായ വിശാലമായ വീട്, അംഗങ്ങളെ മുഴുക്ക ഉൾക്കൊള്ളാൻ ഞെരുക്കങ്ങളില്ലാതെ ഇടുക്കമില്ലാതെ പ്രയാസമേതുമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാനും ആവശ്യങ്ങൾ നിർവഹിക്കാനൊക്കെ പറ്റുന്ന സൗകര്യപ്രദമായ ഒരു വീട് ഒരു മനുഷ്യന്റെ സൗഭാഗ്യമാണ്. മറ്റൊന്ന് സഞ്ചാരയോഗ്യമായ വാഹനം ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ്. മറ്റൊന്ന് ഒരു മനുഷ്യന്റെ നല്ല സജ്ജനങ്ങളിൽപ്പെട്ട സുഹൃതിയായ അയൽക്കാർ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നല്ല അയൽക്കാരുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. ഇരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാസയോഗ്യമായ വീട്, ആ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കഷ്ടപ്പെടണം, എത്ര പ്രയാസപ്പെടണം. ആ വീടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും പിരിശപ്പെട്ടതെങ്കിൽ ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള നിർദ്ദേശം വരികയാണ്. മക്കയിൽ നിന്ന് സ്വന്തം നാടും സ്വന്തം ബന്ധുക്കളെയും ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പാലായനം ചെയ്യണം എന്ന കൽപ്പന വന്ന സമയത്ത് പലർക്കും അതൊരു പ്രയാസകരമായി അനുഭവപ്പെട്ടു. ഭാര്യമാരെ വേർപിരിയണം, മക്കളെ വേർപിരിയണം, കച്ചവടം പൊടിപൊടിക്കുന്ന സീസണാണ്, നല്ല ലാഭമുണ്ടാകുന്ന സമയമാണ്. ആ സമയമൊക്കെ ഈ നാളിൽ എന്തൊരു കഷ്ടമാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രഖ്യാപനം, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ഈ പറഞ്ഞ വസ്തുക്കളും വ്യക്തികളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അല്ലാഹുവിന്റെ ആജിലും ആജിലുമായ അദാബിനെ നിങ്ങൾ ഭയപ്പെടുക. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പ്രസിദ്ധ മുഫസ്സിറാണ് എഴുതിയത് കാണാം, وفي هذه الآية دليل على وجوب حب الله ورسوله. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിനോടുള്ള സ്നേഹം പിരിശം അത് നിർബന്ധമാണെന്നതിന് പ്രത്യക്ഷമായ തെളിവ്, വ്യക്തമായ തെളിവ് ഈ ആയത്തിലുണ്ട്. വലാ ഖിലാഫ ഫീ ദാലിക ബൈനൽ ഉമ്മ. ഓരോ മനുഷ്യനും പ്രിയപ്പെട്ടതായി എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ അല്ലാഹുവിനോടുള്ള പിരിശത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന് മുൻഗണന നൽകണം എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. അതിന് ആയത്ത് കൃത്യമായ തെളിവാണ്. ഇമാം ഖുർത്തുബി എഴുതുകയാണ്, സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീൻ വിശ്വാസികളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. മിൻ അൻഫുസിഹിം അവരുടെ സ്വശരീരങ്ങളെക്കാൾ. ഒരു മനുഷ്യന് തന്റെ സ്വന്തം ശരീരത്തോട്, സ്വശരീരത്തോട് എത്രമേൽ സ്നേഹമുണ്ടോ, താല്പര്യമുണ്ടോ, പിരിശമുണ്ടോ, അതിനേക്കാൾ അവൻ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകേണ്ടത്, സ്നേഹം കൽപ്പിക്കേണ്ടത് നബി തങ്ങളോടാണ്. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു എഴുതി, ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ വിഷയങ്ങളിലും ഒരു മുഅ്മിനായ മനുഷ്യന് സ്വന്തം നഫ്സിനേക്കാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്തിക്കേണ്ടതുണ്ട്. ഫഇന്നഹു ലാ യഅ്മുറുഹും വലാ യർളാ മിൻഹും ഇല്ലാ ബിമാ ഫീഹി സ്വലാഹുഹും വനജാഹുഹും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിക്കുന്നുവോ അത് സമുദായത്തിന് ഹിതകരമാണ്, ഗുണകരമാണ്, ഖൈറുള്ളതല്ലാതെ ഒന്നും തങ്ങൾ കൽപ്പിക്കുകയില്ല. ഏറെ വാത്സല്യമുള്ള നബിയാണ്, ഏറെ കൃപയുള്ള നബിയാണ്. അർജാ ആയത്തിൻ ഫിൽ ഖുർആനിൽ പ്രതീക്ഷയുള്ള, പ്രതീക്ഷക്ക് വക നൽകുന്ന ഏറ്റവും വലിയ സൂക്തമേതാണ്
വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. നബിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് വഴിയെ തരുന്നതാ. അപ്പൊ തങ്ങൾ തൃപ്തിപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നുണ്ടോ? ലാ അർളാ, എനിക്ക് തൃപ്തിയല്ല, ഞാൻ തൃപ്തിപ്പെടുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഏറ്റവും കൃപയുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സ്വശരീരത്തേക്കാൾ അവന് വീര്യപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതിനേക്കാളെല്ലാം അവൻ പ്രാമുഖ്യം നൽകേണ്ടത്, സ്നേഹിക്കേണ്ടത് നബി തങ്ങളെയാണ്. ഇതൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നിർബന്ധമാണ് എന്നതിന്റെ പ്രമാണമാണ്. കേവലം സ്നേഹിച്ചാൽ പോരാ. ഏതൊരു ചെറിയ കുഞ്ഞിനും പാഠമുള്ള ഹദീസാണ് സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും ആമുഖത്തിൽ കൊണ്ടുവന്ന ഹദീസ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാകുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവരിലേക്ക് ഏറ്റവും പിരിശപ്പെടുന്ന ആളാകുന്നതുവരെ. ആരെക്കാൾ? മിൻ വാലിദിഹി, അവന്റെ മാതാപിതാക്കളെക്കാൾ. വവൽദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ. വന്നാസി അജ്മഈന, സർവത്ര ജനങ്ങളെക്കാളും. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എഴുതി, ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി ആരെല്ലാമുണ്ടോ അത് മാതാപിതാക്കളാവാം, ഭാര്യയാകാം, സന്താനങ്ങളാവാം, നേരത്തെ സൂറത്ത് തൗബയിൽ എണ്ണിപ്പറഞ്ഞ വസ്തുക്കളാകാം, വ്യക്തികളാവാം. അതിനേക്കാളെല്ലാം, അവരെക്കാളെല്ലാം എന്നെ ഒരാൾ പ്രിയം വെക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയല്ല. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ പ്രധാനിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഉമർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. യാ റസൂലല്ലാഹ്, സർവ വസ്തുക്കളെക്കാളും തങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരമൊഴിച്ച്. എന്റെ ശരീരത്തോടാണ് എനിക്ക് ഏറ്റവും പിരിശം, അത് കഴിഞ്ഞാൽ തങ്ങളോടാണ് പിരിശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഉമറേ, നിങ്ങളെ സ്വന്തം ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെക്കാളും എന്നെ പ്രിയപ്പെടുന്നതുവരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനല്ല. അപ്പോൾ ഉമർ എന്നവർ പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. തങ്ങളെ ഞാനിതാ തിരുത്തുന്നു, തങ്ങളാണ് എനിക്ക് എന്റെ തടിയേക്കാളും ഏറ്റവും പിരിശപ്പെട്ടയാൾ. നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കളെ ഈമാൻ പരിപൂർണമായത്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നമുക്ക് പിരിശപ്പെട്ട ആരെല്ലാം ഉണ്ടോ, വമഅനൽ ഹദീസി അന്ന മൻ ഇസ്തക്മലൽ ഈമാൻ അലിമ അന്ന ഹഖ്ഖൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖദു അലൈഹി മിൻ ഹഖ്ഖി അബീഹി വബിനിഹി വന്നാസി അജ്മഈൻ. ഒരാളെ ഈമാൻ പരിപൂർണമാണോ, നിശ്ചയം അയാൾക്കറിയാം, തീർച്ചയായും അയാൾക്കറിയാം, എന്റെ മാതാപിതാക്കളോടും ഭാര്യ സന്താനങ്ങളോടും ജനങ്ങളോടുമൊക്കെയുള്ള കടപ്പാടിനേക്കാൾ ഏറ്റവും മികച്ച കടപ്പാടും ബാധ്യതയുമാണ് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളത്. അപ്പൊ തങ്ങളെ ഞാൻ സ്നേഹിക്കണം. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അന്നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്തുഖിദനാ മിനന്നാർ വഹുദീനാ മിനൽ ളലാൽ. ആ നബി തങ്ങളെ കൊണ്ടല്ലേ
കുഫറിൽ നിന്ന് മോചനം കിട്ടിയത്, വഴികേടി തരത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നമ്മൾ ചെന്നു ചേർന്നത്, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ നബിതങ്ങളെ മുഖാന്തിരമല്ലേ? അപ്പൊ നബിതങ്ങളോടല്ലേ ഏറ്റവും പ്രിയം വേണ്ടത്? ഈ സ്നേഹമില്ലാത്ത ഒരാളുണ്ടാവില്ല. ഖൽബിൽ ഈമാനിന്റെ ഒരു കണികയുള്ള ആളുകൾ ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ ഈ സ്നേഹമുണ്ടാകും. പക്ഷെ ഈ സ്നേഹത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ വ്യത്യസ്ത തട്ടിലായിരിക്കും. ഒരാളുടെ മാനസിക വിശുദ്ധി അനുസരിച്ച് ആ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇനി എന്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡം? ഒരാളോട് നമ്മുടെ മനസ്സിൽ സ്നേഹം തോന്നണമെങ്കിൽ അതിന് ചില നിമിത്തങ്ങൾ ഉണ്ടാവണമല്ലോ. സ്നേഹ നിമിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരാളോട് താല്പര്യം തോന്നാനുള്ള വഴികൾ എന്താണ്? നമുക്കൊരാളോട് സ്നേഹം തോന്നണമെങ്കിൽ സാധാരണ 3 ഗുണങ്ങളാണ് ഇതിന് പറയാറുള്ളത്. അൽ ജമാലു വൽ കമാലു വൻ നവാൽ. ഒന്ന് ശാരീരിക സൗന്ദര്യം. ഒരാളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി നമ്മൾ അയാളെ സ്നേഹിക്കാറുണ്ട്. പലപ്പോഴും അയാളുടെ സ്വഭാവം മഹാമോശമായിരിക്കും. ചില സ്ത്രീകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ നാട്ടിലെ സ്ത്രീകളെ കുറിച്ചല്ല, കണ്ടാൽ തക്കാളി മിണ്ടിയാൽ കാന്താരി എന്ന് പറയാറുണ്ട്. അപ്പൊ ചില ആളുകളുടെ സ്വഭാവം വളരെ ദൂഷ്യമുള്ള മോശം സ്വഭാവമായിരിക്കും. പക്ഷെ അവരെ കാണാൻ നല്ല സൗന്ദര്യമുണ്ടാകും. അപ്പൊ ശാരീരിക സൗന്ദര്യം അത് ഒരാളോട് സ്നേഹം തോന്നാനുള്ള ഒരു നിമിത്തമാണ്. മറ്റൊന്ന് ആന്തരികമായ ഗുണഗണങ്ങൾ. ഒരാൾ നല്ല സ്വഭാവമുള്ള ആളാണ്, നല്ല പെരുമാറ്റമുള്ള ആളാണ്, നല്ല സമീപനമാണ്, അയാളോട് നമുക്ക് സ്നേഹം തോന്നും, അതൊരു നിമിത്തമാണ്. മറ്റൊന്ന് നവാൽ, അയാൾ വഴിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാകും. ഒരാളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ലഭിച്ചാൽ അയാളോട് സ്നേഹം തോന്നുക സ്വാഭാവികമാണ്. ഈ സ്നേഹനിമിത്തങ്ങളായ 3 കാര്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് നോക്കിയാൽ ഏറ്റവും പരിപൂർണമായ രീതിയിൽ തങ്ങളിൽ മേളിച്ചത് കാണാം. ഒന്ന് ശാരീരിക സൗന്ദര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അഴകുള്ളവർ ആരാണ്? വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ ചൊല്ലിയല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കവിയാണ്. മദീനത്തെ പള്ളിയിൽ തന്നെ പറ്റി വാഴ്ത്തിപ്പാടാൻ, മദ്ഹ് പറയാൻ ഒരു പ്രത്യേക മിമ്പർ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംവിധാനിച്ചു കൊടുത്ത സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ മിമ്പറിൽ കയറിയിട്ട് സുന്ദരമായ രീതിയിൽ നബി തങ്ങളെ വാഴ്ത്തിപ്പാടാറുണ്ട്. ആ വാഴ്ത്തൽ എങ്ങനെ കേൾക്കുമ്പോ അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി, ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനിന് ശക്തി പകരണം അല്ലാഹ് എന്ന് തങ്ങൾ ദുആ ചെയ്യാറുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ കവിതകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ദീവാനു ഹസ്സാൻ. ഹസ്സാൻ തങ്ങൾ ചൊല്ലി വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി, തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാള് എന്റെ കണ്ണ് കണ്ടിട്ടില്ല. വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ, തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയും ജന്മം കൊടുത്തിട്ടില്ല. അത്രയും വലിയ സൗന്ദര്യ സ്വരൂപമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്, നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. ആ വിശ്വാസത്തിന്റെ പരിപൂർണത എന്താണ്? ഇമാം ഖുസ്തുല്ലാനി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മദ്ഹ് പറയാ, നബി തങ്ങളെ പരിചയപ്പെടുത്താൻ എഴുതിയ കിതാബാണ് അൽ മവാഹിബുൽ ദുനിയ. ആ കിതാബിൽ പറഞ്ഞതു കാണാം, യഅലം, നീ മനസ്സിലാക്കിക്കോളണം, അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ,
നബി തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാ. الإيمان بأن الله تعالى جعل خلق بدنه الشريف على وجه لم يظهر قبله ولا بعده خلق آدمي مثله. എന്ത് മനസ്സിലാക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇടക്ക് ഞാനൊരു കാര്യം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം പഠിക്കണം, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കുഞ്ഞിന് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് എവിടെയാ, തങ്ങൾ വഫാത്തായത് എവിടെയാ? മൗലിദുഹു ബി മക്കത്തൽ അമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന അതമ്മ ഖബ്ലൽ വഹ്യി 40 وعمره قد جاوز 60. ഒരു കുഞ്ഞിനാദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. നിസ്കാരം പിറകയാണ്, നോമ്പ് പിറകയാണ്. നബി തങ്ങൾ ജനിച്ചത് എവിടെയാണ്? അത് മക്കയിലാണ്. നബി തങ്ങൾ വഫാത്തായത് എവിടെയാണ്? അത് മദീനയിലാണ്. മക്കൾക്ക് മഹത്വം ലഭിക്കാൻ ഒരു വലിയ ഹേതുകം എന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ മസ്ഖത്തു റഅ്സാ തങ്ങൾ ജനിച്ച ഇടമാണ്. മദീനയുടെ ഏറ്റവും വലിയ മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അടങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് മദീന. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഇടമേതാണ്? അത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങിക്കിടക്കുന്ന ആ ഒരു തുണ്ട് ഭൂമികയാണ്. അത് അർശിനേക്കാൾ മഹത്വമുള്ളതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങിക്കിടക്കുന്ന മണ്ണിന് വലിയ ബഹുമാനമാണ്, തങ്ങളെ പരിസരത്തിന് വലിയ ബഹുമാനമാണ്. ഇലാഹി നജ്ജിനി മിൻ കുല്ലി ളീഖി ബിജാഹിൽ മുസ്തഫ മൗലൽ ജമീഇ വഹബ്ലി ഫി മദീനതിഹി ഖറാറാ ورزقا ثم دفنا بالبقيع. മുഹിബ്ബുകളെ ആഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം സാധ്യമാക്കണം. അല്ലാഹ് വഹബ്ലി ഫി മദീനതിഹി ഖറാറാ, അവിടത്തെ മദീനയിൽ താമസിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. ഏതാണ് മദീന? മാലിക് റളിയല്ലാഹു അൻഹു 4 പതിറ്റാണ്ടുകാലം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ പോലും വാഹനപ്പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. മലമൂത്ര വിസർജനത്തിന് മദീന തെരഞ്ഞെടുത്തിട്ടില്ല. ആ മദീനയിൽ താമസിക്കാനുള്ള നിയോഗമുണ്ടാകണം. പിന്നെ മദീനയിൽ അന്നം ലഭ്യമാകണം. പിന്നെ ബഖീഇൽ അടങ്ങാനുള്ള തൗഫീഖ് വേണം. അത് മുഹിബ്ബുകളെ ചിന്തയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടങ്ങി കിടക്കുന്ന പുണ്യഭൂമിക, അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് അടങ്ങിക്കിടക്കുന്നത്. അവിടെ നിന്ന് വഫാത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിലാണ്. ഇതൊരു കുഞ്ഞിന് ആദ്യമായി പഠിപ്പിക്കേണ്ടതാണ്. ഇമാം ഖുസ്തുല്ലാനി എഴുതുന്നു. ഇമാം ഖുസ്തുല്ലാനി മാത്രമല്ല, ഇബ്നു ഹജ്റിൽ ഹൈതമി എഴുതിയത് കാണാം. അഷ്റഫുൽ വസായിലിൽ ഇമാമുൽ അലിയുൽ ഖാരി ജംഉൽ വസായിൽ എഴുതിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പോ ശേഷമോ തങ്ങൾ
മലക്കുകളുടെ ശരീരം പോലെ ഒരു ശരീരത്തെ അല്ലാഹു പടച്ചിട്ടില്ല. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ചൊല്ലിയ ബുറുദ, ഫഖന്നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നന്നായി മദ്ഹ് ചെയ്ത ഖസ്വീദയാണ് ബുറുദ. ഖസ്വീദത്തുൽ ബുറുദ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്, അവിടുത്തെ പുകളുകൾ, അപദാനങ്ങൾ ഗദ്യമായും പദ്യമായും ധാരാളം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത വിധം ഒത്തിരി ഒത്തിരി രചനകളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകളുകൾ ഗദ്യമായും പദ്യമായും പ്രമേയമായ രചനകൾ. അതിൽ ഏറ്റവും മാസ്റ്റർ പീസാണ് ഖസ്വീദത്തുൽ ബുറുദ. അത് പലർക്കും വേണ്ട പോലെ പരിചയം ഇല്ല. ഒരാൾ എന്നോട് ചോദിച്ചു, അത് വഅദിന്റെ ഒക്കെ തുടക്കത്തിൽ ചെല്ലുന്ന ബൈത്തല്ലേ? അത് ബുറുദയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലി വരാറുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ്, ശറഫൽ അനാം. ഇതിന്റെയൊക്കെ 100 ഇരട്ടി എത്രയോ മേലെ നിൽക്കുന്ന മദ്ഹാണ് ഖസ്വീദത്തുൽ ബുറുദ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും തിരു ഹദീസും കഴിഞ്ഞാൽ ബുറുദയോളം ഖിദ്മ ചെയ്യപ്പെട്ട മറ്റൊരു രചന വേറെയില്ല. എത്ര ആളുകളാണ്, ആരൊക്കെയാണ് ഖസ്വീദത്തുൽ ബുറുദക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയത്? ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ലാഹ്. നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിന്റെ ശില്പി എന്ന് നമ്മളെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്ന സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഉസ്താദാണ് ആര്? ഇബ്നു ഹജ്റിൽ ഹൈതമി റഹിമഹുല്ലാഹ്. മഹാനവർകൾക്ക് ബുറുദക്കൊരു വളരെ അമൂല്യമായ വ്യാഖ്യാനമുണ്ട്, അൽ ഉംദ ഫി ശറഹിൽ ബുറുദ. ആ ഇബ്നു ഹജർ തങ്ങളെ ഉസ്താദാണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ലാഹ്. മഹാനവർകൾക്ക് ബുറുദക്ക് വ്യാഖ്യാനമുണ്ട്. ഇമാം ബൈളാവിക്ക് ബുറുദക്ക് വ്യാഖ്യാനമുണ്ട്. ഷെയ്ഖ് സാദക്ക് ബുറുദക്ക് വ്യാഖ്യാനമുണ്ട്. ഞാനിപ്പോൾ ഉദ്ധരിച്ച ഇമാം ഖുസ്തുല്ലാനിക്കും മുല്ല അലിയുൽ ഖാരിക്കും ബുറുദക്ക് വ്യാഖ്യാനമുണ്ട്. എത്രയോ വ്യാഖ്യാനങ്ങൾ, 100 അല്ല 200 അല്ല. അപ്പൊ അത് കേവലം ഒരു വഅദിന്റെ തുടക്കത്തിൽ ചെല്ലുന്ന മുഹലായ മാത്രല്ല. അഷ്റഫുൽ ഖൽഖിന്റെ മദ്ഹ് വളരെ സുന്ദരമായ രീതിയിൽ കാവ്യരൂപത്തിൽ കൂർത്തുവെച്ച ഖസ്വീദയാണ് ബുറുദ. فالضر يزداد حسنا وهو ملتوم وليس ينقص قدرا غير ملتوم. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, മുത്ത് ഫദ്ദുറു മുത്ത് യസ്ദാദു ഹുസ്ന, അതിന് ഭംഗി വർദ്ധിക്കും. വഹുവ മുൻതളിമു, അതൊരു മാലയിൽ അടുക്കത്തോടെ ഇങ്ങനെ കോർത്തു വെച്ചാൽ മുത്തിന് വല്ലാത്ത ഭംഗിയാണ്. ഇനി കോർത്തു വെച്ചില്ല എന്നതുകൊണ്ട് മുത്തിന് ഭംഗിക്കുറവൊന്നുമില്ല, പക്ഷെ കോർത്താൽ ഒന്നുകൂടെ മാറ്റാണ്. അതാണ് കവിതയിലൂടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞാൽ. ഖസ്വീദത്തുൽ ബുറുദ 10 ഫസ്ലാണ്. അതിൽ 3ാമത്തെ ഫസ്ല് അഷ്റഫുൽ ഖൽഖിന്റെ പുകളുകളാണ്, മദ്ഹ്. എന്തെല്ലാം മദ്ഹുകളാണ്! ആ ഒരു ഫസ്ല് മാത്രം വഅദ് പറയാൻ സാധുവായ, ഒന്നും അറിയാത്ത വിനീതനായ ഞാൻ എന്റെ ഹ്രസ്വമായ വായനയിൽ എനിക്ക് ലഭിച്ച വിവരങ്ങൾ വെച്ച് പറയാൻ 10-15 ദിവസങ്ങൾ മതിയാകില്ല. അത്രയും മദ്ഹുകളുടെ കലവറയാണ് ആ ബുറുദ. എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇശാ മഗ്രിബിനിടയിൽ ബുറുദ ചൊല്ലിയാൽ ഈമാനോടെ മരണപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. نعم سرى طيف من أهوى فأرقني والحب يعترض اللذات بالألم. ആ വരി ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങുമ്പോൾ ഉറക്കം വരുവോളം അങ്ങനെ ചൊല്ലിയാൽ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സ്വപ്നം കാണാം എന്ന് ബുറുദയുടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞതു കാണാം. അപ്പൊ ആ ബുറുദ അത് ചൊല്ലാൻ 9 ഉപാധികളുണ്ട്, നിബന്ധനകളുണ്ട്. അത് കൃത്യമായ യഥാർത്ഥ ഫലം ലഭ്യമാകണമെങ്കിൽ അതിന് 9 ഷർത്തുണ്ട് എന്ന് ഇമാം ഖർബൂത്തി അൽ അസ്വീദത്തു ശുഹദയിൽ എഴുതിയത് കാണാം. ഇപ്പോഴൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത്
ഒരാളെ സ്നേഹിക്കാനുള്ള നിമിത്തങ്ങൾ പ്രധാനമായും മൂന്നാണ്. ഒരാളോട് നമ്മുടെ ഖൽബിൽ സ്നേഹം ജനിക്കാൻ, അതിലൊന്ന് ശാരീരികമായ അഴകാണ്. ആ അഴകിന്റെ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും എന്നതുപോലെ ഏറ്റവും ഉന്നതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലയുറ, നബി തങ്ങളുടെ നില. അതാണ് ഞാൻ പറഞ്ഞത്, ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേലെയായിരിക്കുന്നു അന്നബിയീന, സർവ അമ്പിയാക്കൾക്കും മേലെയായിരിക്കുന്നു ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, ബാഹ്യ ഗുണങ്ങളിലും ആന്തരിക ഗുണങ്ങളിലും. അതായത് ബാഹ്യ സൗന്ദര്യത്തിലും ആന്തരികമായ സൗന്ദര്യം, സ്വഭാവ മഹിമ, ഈ വിഷയങ്ങളിൽ ഇതാണല്ലോ ഒരാളെ മനസ്സിലാക്കാനുള്ള, ഒരാളെ വിലയിരുത്താനുള്ള രണ്ട് ഘടകം എന്ന് പറഞ്ഞാൽ ശാരീരികമായ അഴകും അതുപോലെ തന്നെ ആന്തരികമായ മികവും, നല്ല സ്വഭാവം, നല്ല സൗന്ദര്യം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരാണ് അമ്പിയാക്കൾ. ഒരു നബി എന്ന് പറഞ്ഞാൽ ആ നബിയെ നിയോഗിക്കപ്പെടുന്ന കാലത്ത് സൗന്ദര്യത്തിലും ബുദ്ധി വികാസത്തിലും എല്ലാ വിഷയത്തിലും അക്കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ആളായിരിക്കും നബി എന്ന് പറയുന്ന ആൾ. ഒരു നബി എന്ന് പറഞ്ഞാൽ അക്മലു മുആസിരിഹി എന്നാണ്, സമകാലികരിൽ ഏറ്റവും പരിപൂർണനായ ആൾ. സൗന്ദര്യത്താലും നല്ല ചിന്തയാലും അറിവിനാലും ഒക്കെ ഏറ്റവും മികച്ച ആളായിരിക്കും. അപ്പൊ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ ആളുകൾ അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫഖദ്ബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അമ്പിയാക്കൾക്കും മേലെയാണ്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, അറിവിന്റെ വിഷയത്തിലോ ഉദാരതയുടെ വിഷയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുപോലും എത്താൻ ഒരാൾക്കും കഴിഞ്ഞില്ല. ഒരു നബിക്കും അറിവിന്റെ വിഷയത്തിലോ ഔദാര്യത്തിന്റെ വിഷയത്തിലോ തങ്ങളുടെ പരിസരത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. ഇമാം ബുസ്ഇരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറഞ്ഞതാ. അവിടുത്തെ സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെച്ചോളും, കിസിനൊക്കെ ചോദ്യം ഉണ്ടാവും. കിസ് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളതും ഉണ്ടാവും, ഇല്ലാത്തതും ഉണ്ടാവും. മദീനത്തെ പൈപ്പ് പൊട്ടിയപ്പോൾ നന്നാക്കിയത് ആരാണ്? ആദം നബി മരിച്ചപ്പോൾ ഇമാം വന്നത് ആരാണ്? ഈ വക തലക്ക് വെളിവില്ലാത്ത ചോദ്യങ്ങളും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാൻ, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ചന്തമുള്ള, സൗന്ദര്യമുള്ള, അഴകുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നബി തങ്ങളെ മുഖത്തിങ്ങനെ നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കും പോലെ തോന്നും. അത്രയും പ്രഭയാ, വെണ്മയാ, ശോഭയാ. ജാബിർ ഇബ്നു സമുറാ തങ്ങൾ പറയുന്നത് കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലൈലത്തിൻ ഇദ്ഹിയാൻ, നല്ല ചന്ദ്രപ്രകാശം പൊഴിയുന്ന ഒരു രാത്രി, നല്ല ചന്ദ്രപ്രകാശമുണ്ട്. ആ രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. എങ്ങനെ കണ്ടു? അലൈഹി ഹുല്ലത്തുൽ ഹംറാ, നബി തങ്ങൾ ചുവന്ന രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫജഅൽതു അൻദുറു ഇലൈഹി, ഞാൻ നബി തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി. വഇലൽ ഖമരി, പിന്നെ ചന്ദ്രനിലേക്കും നോക്കി. നല്ല ചന്ദ്രപ്രകാശമുള്ള രാത്രിയാണ്. ചന്ദ്രൻ അതിന്റെ സകല
സൗന്ദര്യവും ആവാഹിച്ച് ഇങ്ങനെ പ്രഭ പൊഴിക്കുകയാണ്. കാണാൻ നല്ല ചന്തണ്ടാവുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചുവന്ന 2 വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കി, ഒരു വേള തങ്ങളെ കൊള്ളയൊന്ന് നോക്കും, പിന്നെ ചന്ദ്രനെയൊന്ന് നോക്കും. ആരാണ് ഏറ്റവും സൗന്ദര്യം? മഹാനവറുകൾ പറയുന്നു, ഫലഹുവ ഇൻദി അഹ്സനു മിനൽ ഖമരി. അല്ലാഹുവാണ് സത്യം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും അഴകുള്ളയാൾ. അതങ്ങനെ തന്നല്ലേ, ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലു യജിഉ വയദ്ഹബു. ഇമാം വിത്രിയുടെ ഖസ്വീദത്തുൽ വിത്രിയ, ഖസ്വീദത്തുൽ ബുറുദ പോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഖസ്വീദയാണ് ഖസ്വീദത്തുൽ വിത്രിയ എന്ന് പറയുന്നത്. അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും 21 വരി വീതം ബൈത്തുണ്ടാക്കി. ഉസ്വല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ ഉഖിമ മുഖാമൻ ലം യുഖം ഫീഹി മുർസലു വഅംസത് ലഹു ഹുജുബുൽ ജലാലി തുവത്തഉ. പലർക്കും പരിചയം ഉണ്ടാവൂല. അൽ ഖസ്വീദത്തുൽ വിത്രിയ, അറബി അക്ഷരമാലയിലെ അലിഫ്, ബ, ത, സ അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും 21 വരി വീതം കവിത. മീമിന്റെ ഖാഫിയക്ക് 22. കാരണം അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാമമായ മുഹമ്മദ് എന്നതിന്റെ ആദ്യാക്ഷരല്ലേ മീമ്, അത് പരിഗണിച്ച് 22 വരി വീതം. അതിന് ഒരുപാട് ആളുകൾ തഹ്മീസ് രചിച്ചു എന്ന് പറഞ്ഞാൽ പഞ്ചവൽക്കരിച്ചു. 2 വരി കവിതയെ 5 വരിയാക്കുന്നതിനേക്കാണ് തഹ്മീസ് എന്ന് പറയാ. 3 വരി സ്വയം എഴുതി 2 വരി ആ മൂലകാവ്യവും കൂട്ടി 5 വരിയാക്കും. അതിന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുന്ന ഖുതുബിയത്തുണ്ട്. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു, കായൽ പട്ടണത്തെ അവിടെ അടങ്ങി മഹാന കീഴ്ക്കരയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി വലിയാണ്, വലിയ ആശിഖാണ്, വലിയ മാദിഹാൻ. മഹാനവറുകൾ 8 വരി എഴുതി ഇതൊക്കെ എന്ത് ചെയ്തു? 29 വരിയാക്കിയത് കാണാം. അപ്പൊ ആ ഖസ്വീദത്തുൽ വിത്രിയയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഞാൻ ഈ പറഞ്ഞതുപോലെ ധാരാളം പറഞ്ഞു കാണാം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ, ഞാൻ അതാണല്ലോ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭ കൊണ്ടാണ്, നൂറ് കൊണ്ടാണ് ഈ ദുനിയാവ് പ്രകാശിക്കുന്നത്. ചന്ദ്രനും സൂര്യനുമൊക്കെ ആ നൂറിന്റെ തിരു ഒളിവിന്റെ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ സൂര്യൻ സഞ്ചരിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, അതിനപ്പുറം ഒന്നും പറയാനില്ലല്ലോ. അതാ മഹാനായ കഅബ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, വകാന ഇദാ സുറ ഇസ്തനാറ വജ്ഹുഹു ഹത്താ കഅന്നഹു ഖിത്അതു ഖമർ. നബി തങ്ങൾക്ക് സന്തോഷം വന്നാൽ അവിടത്തെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങാറുണ്ട്. കഅന്നഹു ഖിത്അതു ഖമരിൻ, ചന്ദ്രക്കീർ പോലെ. നബി തങ്ങൾക്ക് സന്തോഷം വന്നാൽ അവിടത്തെ മുഖം ഇങ്ങനെ വെളിച്ചം വിതറും, ഏതുപോലെ? ഒരു ചന്ദ്രക്കീർ പോലെ എന്നാണ് മഹാനായ കഅബ് ബിൻ മാലിക് തങ്ങൾ പറയുന്നത്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൗന്ദര്യം അത് അവിടത്തെ ജലാലിയത്ത് കൊണ്ട് മറക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഇവിടെ ഒരാൾക്കും അഷ്റഫുൽ ഖൽഖിന്റെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെട്ടിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും വെളിപ്പെട്ടിട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കും ഒരാൾക്കും വെളിപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സൗന്ദര്യം ആർക്കെങ്കിലും ഇവിടെ വെളിപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് നബി തങ്ങളെ നോക്കാൻ കഴിയുമായിരുന്നില്ല, മുഖത്തേക്ക് ദൃഷ്ടി വായിക്കാൻ കഴിയുമായിരുന്നില്ല.
അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ ആ ഗാംഭീര്യത കൊണ്ട് മറക്കപ്പെട്ടു എന്നാ പറയുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗന്ദര്യത്തിന്റെ പാതി നൽകപ്പെട്ട ആളാണ്. മഹാനവറുകളെ കണ്ട് ആ സൗന്ദര്യത്തിൽ കണ്ണഞ്ചിപ്പോയ പെണ്ണുങ്ങൾ അവരുടെ കൈവിരൽ മുറിച്ചു കളഞ്ഞ സംഭവം ഖുർആൻ പറയുന്നുണ്ടല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഒരാളും കൈ മുറിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ആഗ്രഹങ്ങളായി കരം മുറിച്ചു കളഞ്ഞ പെണ്ണുങ്ങളെങ്ങാനും അഷ്റഫുൽ ഖൽഖിന്റെ മുഖകമലം കണ്ടിരുന്നുവെങ്കിൽ കയ്യല്ല കൽബ് തന്നെ മുറിച്ചു കളഞ്ഞേനെ. പക്ഷെ അവർക്ക് ആർക്കും പ്രകടമായില്ല. നബി തങ്ങളുടെ സൗന്ദര്യം അവിടുത്തെ ജലാലിയത്ത് കൊണ്ട്, ഹൈബത്ത് കൊണ്ട്, ഗാംഭീര്യത കൊണ്ട്, ആ പ്രഭാവം കൊണ്ട് മറക്കപ്പെട്ടുപോയി. അതുകൊണ്ട് ഒരാൾക്കും കാണാൻ കഴിഞ്ഞില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം അത് ആർക്കും മറക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഒരാളെ സ്നേഹിക്കാനുള്ള ഒരു നിമിത്തം അത് ശാരീരിക അഴകാണ്. ആ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും എന്ന പോലെ ഏറ്റവും ഉന്നതമായ വിധാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നില. രണ്ടാമത്തെ നില കമാലാണ്. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. പരിപൂർണത. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും പരിപൂർണനായ ആളാണ്. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسمي. ഇമാം ബുസീരി ബുർദയിൽ പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക ഗുണങ്ങൾ പൂർണ്ണമായ ആളാണ്. ആന്തരികമായ ഗുണങ്ങളിൽ പരിപൂർണത പ്രാപിച്ചയാളാണ്. തങ്ങളെക്കാൾ പരിപൂർണനായ ഒരാളില്ല. അതിൽ തർക്കിക്കേണ്ടതില്ല. എല്ലാ വിഷയത്തിലും കമാലുണ്ട്. അതാ ഇമാം ഇബ്നു ഹജ്റിൽ ഹൈതമി റഹിമഹുല്ലാഹ്, ഇമാം ബൂസുരി തങ്ങളെ മറ്റൊരു കാവ്യമാണ് ഖസീദത്തുൽ ഹംസിയ്യ. അതിനെഴുതിയ പ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥമാണ് അൽ മിനഹുൽ മക്കിയ്യ. അതിന്റെ ആമുഖത്തിൽ പറഞ്ഞത് കാണാം, ഫമിമ്മാ യതഅയ്യനു അലാ കുല്ലി മുകല്ലഫിൻ അയ്യഅതഖിദ അന്ന കമാലാത്തി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തുഹ്സാ വഅന്ന അഹ്വാലഹു വസിഫാതിഹി വശമാഇലഹു ലാ തുസ്തഖ്സാ. മഹാനവറുകൾ പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിപൂർണമായ വിശേഷണങ്ങൾ, ആ പൂർണ്ണതകൾ, അത് ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോരുത്തർക്കും നിർബന്ധമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിപൂർണതകൾ അത് എത്രയുണ്ട്, എത്ര എന്ന് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പൂർവകാലത്തുള്ള പല കവികളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് തൊട്ടില്ല. അതെന്തുകൊണ്ടാണ്? വലിഹാദാ ലം യതആത ഫുഹൂലു ശുഅറാഇൽ മുതഖദ്ദിമീന കഅബി തമാം മദ്ഹഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവർക്ക് പറയാൻ അവർ ശ്രമിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അറാ കുല്ല മദ്ഹിൻ ഫിൻ നബി മുഖസ്വറാ വഇൻ ബലഗൽ മുസ്നി അലൈഹി വഅക്സറാ. നബി തങ്ങളെ പറ്റി എത്ര വാഴ്ത്തി പറഞ്ഞാലും അത് കുറവാണ്, അത് മതിയായിട്ടില്ല, വീഴ്ചയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ പറ്റി മദ്ഹ് പറയുക എന്നുള്ളത് പ്രാചീന അറബി കവികൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് അവരെന്തു ചെയ്തില്ല, ആ വഴിക്ക് പോയതേയില്ല ചില ആളുകൾ.
അപ്പൊ പരിപൂർണത ശാരീരികമായ മികവുകൾക്ക് പുറമെ ഇതുപോലെയുള്ള ഉന്നതമായ സ്വഭാവം അതിലാക്കി ഉന്നം വെച്ച് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ആ വിഷയത്തിലും പരിപൂർണനായ ഒരാളില്ല. ഫൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബി തങ്ങളെ പറ്റി എന്തും പറഞ്ഞു ശ്രേഷ്ഠതയായിട്ട് അധികപ്പറ്റല്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. നബി തങ്ങളുടെ ശ്രേഷ്ഠതകൾക്ക് അറ്റമില്ല, അതിരില്ല, എന്തില്ല. ഇത്ര പറഞ്ഞാൽ അവസാനിക്കുമെന്ന്, ഇത്രയേ പറയാവൂ എന്ന് ഒരു അറ്റമില്ല. അത്രയും അനന്തമായി കിടക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുകളുകൾ, മഹത്വങ്ങൾ. فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രേഷ്ഠതയുടെ സൂര്യനാണ്. മറ്റു അമ്പിയാക്കളോ ആ സൂര്യന്റെ പ്രകാശം കടം കൊള്ളുന്ന താരകങ്ങളാണ്. ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു ബുർദയിൽ പറയുന്നു. മൂന്നാമതായി ഒരാളെ സ്നേഹിക്കാനുള്ള ഗുണം നവാലുഹു, അയാളുടെ ഭാഗത്തിൽ നിന്ന് ലഭ്യമാകുന്ന ധർമ്മമാണ്. എന്തെങ്കിലുമൊക്കെ ഒരാൾ നമുക്ക് തന്നാൽ അയാളോട് നമുക്ക് സ്നേഹമുണ്ടാകും, ആദരവുണ്ടാകും. അയാളെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കും, എഴുന്നേറ്റ് നിൽക്കും, ഒക്കെ ചെയ്യൂലേ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിക്ക് ലഭ്യമായ നേട്ടങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. തങ്ങളെയല്ലാതെ വേറെ ആരെയാണ് നമ്മൾ സ്നേഹിക്കുക? كالزهر في ترف والبدر في شرف والبحر في كرم والدهر في همم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃദുലതയുടെ വിഷയത്തിൽ പുഷ്പം പോലെയാണ്. പുഷ്പത്തെ തൊട്ടാൽ എന്തൊരു മിനുസമാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേനി വളരെ മിനുസമുള്ള മേനിയാണ്. വൽബദിരി ഫീ ശറഫി, മഹത്വത്തിന്റെ വിഷയത്തിലോ പൗർണമിയെ പോലെയാണ്. വൽബഹരി ഫീ കറമി, ധർമ്മത്തിന്റെ വിഷയത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദ്രം പോലെയാണ്. നബി തങ്ങൾ ധർമ്മത്തിന്റെ വിഷയത്തിൽ, ഉദാരതയുടെ വിഷയത്തിൽ കടല് പോലെയാണ്, സമുദ്രം പോലെയാണ്. സമുദ്രത്തിൽ ആര് പോയി മത്സ്യവേട്ട നടത്തിയാലും എല്ലാവർക്കും വേണ്ടുവോളം മത്സ്യം എന്തു ചെയ്യും? കടല് തരും, പിശുക്ക് കാണിക്കില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മം വല്ലാത്ത ധർമ്മമാണ്, വല്ലാത്ത കുടുതിക്കുടമയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ ഒരാൾ വഴിക്ക് ലഭ്യമായ നേട്ടങ്ങൾ, ഓശാരങ്ങൾ ലാക്കാക്കി ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. ഫലം തുംസിബിനാ നിഅമത്തുൽ ളഹറത് വലാ ബതനത് നില്ലാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഔ ഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ഇവിടെ ലഭ്യമാകുന്ന പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളേതോ പരോക്ഷമായ ഗുണങ്ങളേതോ ഈ ഭൗതിക ലോകത്ത് ആഖിറത്തിൽ തട്ടിപ്പോകുന്ന മുസീബത്തുകളേതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ്. തങ്ങളെ കൊണ്ടല്ലാതെ ഒരു അനുഗ്രഹവും ലഭിക്കുന്നില്ല, ഒരു മുസീബത്തും തട്ടിപ്പോകുന്നില്ല. അപ്പൊ ഈ ലോകം തന്നെ, ദുനിയാവ് തന്നെ
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. ജൂദുമൻ ജാദൽ വുജൂദ വജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇൽ റിജാൽ ജാൽ. ഉമർ അൽ ഖാഹിരി റഹിമഹുല്ലാഹ് അല്ലഫൽ അലിഫിൽ എഴുതുകയാണ്, ഈ ദുനിയാവെന്ന് പറയുന്നത് നബിതങ്ങളെ ധർമ്മമാണ്, നബിതങ്ങളെ സംഭാവനയാണ്. അപ്പൊ വല്ലതും ലഭിച്ചു എന്നതിന്റെ പേരിൽ, വല്ലതും തന്നു എന്നതിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുന്നുവോ? നബിതങ്ങളെയല്ലാതെ മറ്റാരെ സ്നേഹിക്കാനാണ്? നബിതങ്ങൾ പറഞ്ഞില്ലേ, എന്റെയും നിങ്ങളുടെയും ഉപമ ഒരു തീ കത്തിക്കുന്ന ആളെ പോലെയാ. അയാൾ ഇങ്ങനെ തീ കത്തിച്ചു, തീ ഇങ്ങനെ പടരാൻ തുടങ്ങിയപ്പോൾ പല പ്രാണികളും അതിലേക്ക് വന്നു വീഴുന്നു. ഇതുപോലെ നിങ്ങൾ നരകത്തിലേക്ക് ആപതിക്കുമ്പോ നിങ്ങൾ അരക്കെട്ടിന് പിടിച്ചുകൊണ്ട് ഞാൻ വലിക്കുന്നു. നിങ്ങൾ നരകത്തിൽ വീഴാതിരിക്കാനാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് നബിതങ്ങൾ മുഖാന്തിരമാണ്, സ്വർഗത്തിലെത്തുന്നത് നബിതങ്ങൾ മുഖാന്തിരമാണ്. മഹ്ശറിലെ ഏറ്റവും ഭയവിഹ്വലമായ ഘട്ടമില്ലേ, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഘട്ടം. ആ സമയത്ത് വിസ്താരത്തിന് വേണ്ടി റബ്ബ് വിളിക്കുന്നത് നബിതങ്ങളെ ശഫാഅത്ത് മൂലമാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖാന്തിരം ലഭ്യമായ നേട്ടങ്ങൾക്ക് അറ്റമില്ല. ശമാഇലുൽ ഇഹ്സാനു വൽ ജൂദു വൽ വഫാ ലഖദ് ത്വാബ മിൻഹുൽ റസൂലു വൽ ഫർഉ വൽ മൻശാ طبيعة جود ركبت في وجوده له في الندى أيد عوائدها البسطوه. നബിതങ്ങളെ പ്രകൃതമെന്താണ്? അത് ധർമ്മമാണ്, കൊടുതിയാണ്. ആരെന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയുന്ന സ്വഭാവമില്ല. ആരെന്തുവെന്ന് ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്ന പ്രവണതയില്ല. ഫറസ്ദഖ് പറഞ്ഞില്ലേ, ആരെന്ത് ചോദിച്ചാലും നബിതങ്ങൾ ഇല്ല എന്ന് പറയൂല. പിന്നെയോ കൊടുക്കൽ അനുവദിക്കപ്പെട്ട വിഷയമാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും. കൊടുക്കാൻ അനുവദിക്കപ്പെടാത്ത വിഷയമാണെങ്കിലോ തങ്ങൾ ഇല്ലെന്ന് പറയില്ല. ഫറസ്ദഖ് മദ്ഹ് പറഞ്ഞപ്പോൾ പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയ്യാത്തിലല്ലാതെ ലാ എന്ന് പറഞ്ഞിട്ടില്ല. അഷ്ഹദു അൻ ലാ ഇലാഹ, അത്തഹിയ്യാത്തിൽ ലാ എന്ന് പറയണല്ലോ. അല്ലാത്ത ഒരു സ്ഥലത്തും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ എന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ മദ്ഹ് വല്ലാതെ മികപ്പിച്ചു പറഞ്ഞതാണ്. അപ്പൊ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന പ്രകൃതമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു പുതപ്പ് സമ്മാനിച്ചു, നല്ല ഒരു പുതപ്പ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചപ്പോൾ നല്ല ഭംഗിയുള്ളതായി കാണപ്പെട്ടു. ഒരാൾ ചോദിച്ചു, നബിയെ അത് എനിക്ക് തരുമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉരിഞ്ഞി അയാൾക്ക് നൽകി. സ്വഹാബത്ത് അയാൾ ആക്ഷേപിച്ചു, നിങ്ങൾ എന്തിനാ ചോദിച്ചത്? എന്ത് ചോദിച്ചാലും തട്ടുന്ന പ്രകൃതം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്ന് താങ്കൾക്കറിയില്ലേ? അത് എന്റെ കഫനാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ മരണപ്പെട്ടാൽ എന്നെ കഫൻ ചെയ്യണം, അഷ്റഫുൽ ഖൽഖിന്റെ മേനിയോടൊട്ടിയ ആ വസ്ത്രത്തിൽ അതിനു വേണ്ടി ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്ന സ്വഭാവം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ കൊടുക്കൽ അനുവദിക്കപ്പെട്ട വിഷയമാണെങ്കിൽ കൊടുക്കും, അതല്ലെങ്കിൽ തങ്ങൾ മൗനിയാകും. ഇതാണ് അവിടുത്തെ വഴക്കം. لم يسأل رسول الله صلى الله عليه وسلم شيئا فقال لا.
എന്തെങ്കിലുമൊക്കെ ചോദിക്കപ്പെട്ട് ലാ ഇല്ല തരില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്താണ് അവിടത്തെ സ്നേഹിച്ചാലുള്ള നേട്ടം? സ്നേഹിക്കൽ നിർബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്നേഹം കൊണ്ടുള്ള നേട്ടം എന്താണ്? ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച് മരണം വരിച്ചുപോയ വലിയ ആശിഖാണ്, വലിയ മാദിഹാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. മഹാനവറുകൾ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, നബി തങ്ങളെ മദ്ഹ് പറയുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാകുന്നു. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയേക്കാം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാലുള്ള ഒരു നേട്ടം എന്താ? നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാകും. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് നടക്കും. ഒരു പ്രധാന നേട്ടം എന്താണെന്ന് അറിയുമോ? നാളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരു ദിവസം സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് വന്നു. തങ്ങളെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ധാരാളമായി നമ്മൾ ചൊല്ലേണ്ട സമയമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു പ്രധാന അടയാളം എന്താണ്? തങ്ങളെ പേരിങ്ങനെ കേൾക്കാൻ വല്ലാതെ താല്പര്യമുണ്ടാകുക. من بعده فكان أمرا رشدا. ഇമാം യൂസുഫ് നബ്ഹാനിക്ക് ഒരു മൗലിദുണ്ട്. ആ മൗലിദിൽ മഹാനവറുകൾ പറയാണ്, വഅലം മനസ്സിലാക്കിക്കോ, ബിഅന്ന മൻ അഹബ്ബ അഹ്മദ, ഏതൊരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു, ലാ ബുദ്ദ അയ്യഹ്വസ്മഹു മുറദ്ദദ, അവൻ നബി തങ്ങളെ പേരിങ്ങനെ ആവർത്തിച്ച് കേൾക്കാൻ താല്പര്യപ്പെടും. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാലോ, സ്വലാത്ത് ധാരാളമായി ചൊല്ലാലോ. അന്ത്യനാളിൽ ഞാനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നയാൾ എന്റെ മേലിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റബീഉൽ അവ്വൽ മാസം വിട പറയുമ്പോഴേക്ക് ഒരു സ്വലാത്തിന്റെ വലിയ ശേഖരം തന്നെ അഷ്റഫുൽ ഖൽഖിന് സമ്മാനമായി നൽകാൻ നമ്മുടെ പക്കലുണ്ടാവണം. ഒഴിവ് സമയമൊക്കെ സ്വലാത്ത് ചൊല്ലണം. ആയുസിന്റെ ഓരോ നഫസുകളും ശ്വാസങ്ങളും ഏറെ അമൂല്യമാണ്. അതിന് വില കെട്ടാനാവില്ല. ഇപ്പൊ മൊബൈലിൽ തോണ്ടി, വാട്സാപ്പിൽ അങ്ങോട്ട് തോണ്ടി, ഫേസ്ബുക്ക് നോക്കി, മറ്റത് നോക്കി, മറിച്ചത് നോക്കി, ഇതൊക്കെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന സംഗതിയാണ്. ആ സമയം കൂടെ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ? നബി തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. അഹ്മദ് ഷിറാസി എന്ന് പറയുന്ന ഒരു വലിയ മുഹദ്ദിസ് ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. അഹ്മദ് ഷിറാസി വലിയ മുഹദ്ദിസാണ്. മഹാനവറുകൾ മരണപ്പെട്ടപ്പോ മഹാനവറുകളെ മകൻ വന്നു. മകന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ബാപ്പ അഹ്മദ് ഷിറാസിയെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അദ്ദേഹം ഷിറാസിലെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മിഹ്റാബിൽ. നല്ല ഒരു 2 വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ മുത്തുകളെ കൊണ്ട് ഘടിപ്പിക്കപ്പെട്ട ഒരു കിരീടമുണ്ട്. ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു താങ്കളെ കൊണ്ട് എന്ത് ചെയ്തു? അക്രമനില്ലാഹു വഗഫറലി വഅദ്ഖലനിൽ ജന്ന, അല്ലാഹു എനിക്ക് മാപ്പ് നൽകി, എന്നെ ആദരിച്ചു, എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. ഫഖുൽതു ബിമാദാ, എന്തുകൊണ്ട്, എന്താ കാരണം? ബികസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹ്,
ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് കാരണം അപ്പൊ സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കോളൂ, ആഖിറത്തിലും ദുനിയാവിലും ഒക്കെ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും. അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ വായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചുംബിച്ചു എന്നാണ്. അബുൽ ഹസൻ ശാദുലി വലിയ ശൈഖാണ്. തങ്ങളെ അതുഖബ്ബിലു ഫമി യാ റസൂലല്ലാഹ്, എന്റെ വായ താങ്കൾ ചുംബിക്കുന്നുവോ നബിയേ? ഞാൻ എങ്ങനെ ചുംബിക്കാതിരിക്കും? രാത്രി 1000 സ്വലാത്ത്, പകല് 1000 സ്വലാത്ത് ചൊല്ലുന്ന ചുണ്ടല്ലേ താങ്കളുടെ ചുണ്ട്? ഈ വായ കൊണ്ടല്ലേ ചൊല്ലാറ്? ചുംബിക്കില്ലേ? അത് നമ്മുടെയൊക്കെ ചുംബിക്കും. ആത്മാർത്ഥമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുമ്പോ സലാം കൂടി ചൊല്ലുക. സലാമില്ലാതെ സ്വലാത്ത് മാത്രമായി, സ്വലാത്തില്ലാതെ സലാം മാത്രമായി ചൊല്ലൽ കറാഹത്താണ് എന്നാണ് മസ്അല. വിശദീകരണങ്ങളുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അങ്ങനെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇബ്രാഹിമിയ സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ്. ഇബ്നു ഹജർ തങ്ങൾ വേറെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. അയാൾ ആരാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, വേറെ ചിലരാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതാരായാലും വിഷയമല്ല. ഒരാൾ വന്നു. അയാൾ ചോദിച്ചു, നിങ്ങളൊക്കെ കേട്ട ഹദീസാണ്, യാ റസൂലല്ലാഹ് മത്തസ്സാഅ, ഖിയാമത്ത് നാളെപ്പോഴാണ് നബിയേ? അന്ത്യനാൾ എപ്പോഴാണ് നബിയേ? റസൂലുള്ളാഹിന്റെ ചോദ്യം, വമാ അഅ്ദത ലിസ്സാഅ, ഖിയാമത്ത് നാളിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ചോദ്യം കേട്ടാൽ പണ്ടായി കിട്ടിയ മതി എന്നുള്ള നിലക്കാ ചോദ്യം. ഖിയാമത്ത് നാളിനു വേണ്ടി താങ്കൾ എന്ത് ഒരുക്കി വെച്ചു? അദ്ദേഹത്തിന്റെ മറുപടി, ഹബ്ബുല്ലാഹി വറസൂലിഹി. ധാരാളം നിസ്കരിച്ച പോരിഷ പറയാനില്ല, ധാരാളം നോമ്പെടുത്ത നേട്ടം പറയാനില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ഫഇന്നക മഅമൻ അഹബ്ബത, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമായിരിക്കും. നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമായിരിക്കും. ഈ ഹദീസിന്റെ റാവി, റിപ്പോർട്ടറായ അനസ് ബിൻ മാലിക് എന്നവർ പറയാൻ, ഫമാ ഫരിഹനാ ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്നക മഅമൻ അഹബ്ബത. മുസ്ലിങ്ങളാകുക, ഇസ്ലാമാകുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹം കഴിഞ്ഞതിൽ പിറകെ ഇത്രമേൽ ഞങ്ങൾക്ക് സന്തോഷം പകർന്നൊരു വാക്ക് വേറെയുണ്ടായിട്ടില്ല. തങ്ങൾ പറഞ്ഞല്ലോ, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പമാണ്. ഫഅന ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു. വഅബൂബക്കറിൻ വഉമറ ഫഅർജു അൻ നകൂന മഅഹും വഇല്ലം അഅമൽ ബിഅഅമാലിഹിം. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന. ഞാൻ അവരെ അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കും സ്വർഗത്തിൽ പോകാമല്ലോ. ഇപ്പൊ ഓരോരുത്തരും നമ്മുടെ സ്നേഹഭാചനങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ സിനിമാ താരങ്ങളെ വല്ലാതെ സ്നേഹിച്ച് അവരുടെ ഫാൻസായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ഫ്ലക്സ് വെക്കാനും അവരെ ഫോട്ടോ പ്രദർശിപ്പിക്കാനും അവരെ വാഴ്ത്താനും അവർക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഇപ്പോ കണ്ടല്ലോ പ്രമുഖരുടെയും പ്രമുഖരുടെയൊക്കെ അവസ്ഥ. അതുപോലെ കായിക താരങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ആളുകളുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും പിരിശപ്പെടേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തങ്ങളെ സ്നേഹിച്ചാൽ എന്താ നേട്ടം? ഫഇന്നക മഅമൻ അഹബ്ബത, നീ ആരെ സ്നേഹിച്ചോ അവരോടൊപ്പം നിന്നെ ഒരുമിച്ച് കൂട്ടപ്പെടും.
അപ്പൊ തങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. രണ്ടാമത്തെ നേട്ടം എന്താണ്? ഞാൻ ചുരുക്കുകയാണ്. അൽ ഹുസൂലു അലാ ലദ്ദത്തിൽ ഈമാൻ. ഈമാനിന്റെ മാധുര്യം ലഭ്യമാകും. ഈമാനിനൊരു മാധുര്യം, ഈമാനിനൊരു മധുരമുണ്ട്. ആ മധുരം നമുക്ക് ലഭ്യമായിട്ടില്ല. സലാസുൽ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവർക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നതാണ്. മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടോ അയാൾ ഈമാനിന്റെ മധുരം നുളഞ്ഞിരിക്കും. അയ്യഖൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ആദ്യമായി പറയുന്നത് അല്ലാഹുവും അവന്റെ റസൂലും മറ്റുള്ള എല്ലാവരെക്കാളും അവന് പിരിശപ്പെട്ടവരാകുക. ഈമാനിന്റെ മധുരം ലഭിക്കണോ? നിസ്കാരത്തിന് ആനന്ദം വേണോ? നോമ്പിന് മധുരം വേണോ? അല്ലാഹുവിനെ സ്നേഹിച്ചോ? ഹബീബായ തങ്ങളെ സ്നേഹിച്ചോ? മറ്റുള്ളവരെക്കാളല്ല ഏറ്റവും ഉന്നതമായ രീതിയിൽ മറ്റൊന്ന് വയുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയല്ലാതെ മറ്റൊരാളെ, അല്ലാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ പിരിശപ്പെടുക, അത് ഈമാനിന്റെ മധുരം കിട്ടാനുള്ള ഒരു കാരണമാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും, പലപ്പോഴും കാര്യലാഭങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ഈമാനിന്റെ മധുരം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവും ഒരാളിലേക്ക് ഏറ്റവും പിരിശപ്പെട്ടവരാകുക. രണ്ടാമത് പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെടുക അല്ലാഹുവിന് വേണ്ടി മാത്രം, ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമല്ല. അതങ്ങനെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കണം. ഏറ്റവും ഇജാബത്തിന് സാധ്യതയുള്ള ദുആ എന്ന് പറയുന്നത് തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തപ്പെടുന്ന ദുആ ആണെന്നാണ്. നമ്മുടെ ഒരു സഹോദരൻ അവൻ കിടന്നുറങ്ങുകയാണ്, അവന് വേണ്ടി നമ്മൾ രാത്രി നട്ടപ്പാതിരക്ക് തഹജ്ജുദിന് എഴുന്നേറ്റ് ദുആ ചെയ്യാണ്. ആ ദുആ ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ദുആ ആണെന്നാണ്. അങ്ങനെ ദുആർക്കുമ്പോ ഒരു മലക്ക് പറയും ലക മിസ്ലുഹു ലക മിസ്ലുഹു, അതുപോലത്തത് നിനക്കും ലഭിക്കട്ടെ, നിനക്കും ലഭിക്കട്ടെ എന്ന് പറയും. അപ്പൊ കണ്ടോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. നമ്മൾ നമ്മുടെ തടിക്ക് എന്തിഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തന്റെ സ്വന്തം സ്വശരീരത്തിന് എന്ത് താൻ ഇഷ്ടപ്പെടുന്നു അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പരിപൂർണ വിശ്വാസിയല്ല. മൂന്നാമതായിട്ട് വഅയ്യക്റഹ അയ്യൂദ ഫിൽ കുഫരി കമാ യക്റഹു അയ്യുഖ്ദഫ ഫിന്നാർ. കുഫറിൽ നിന്ന് റബ്ബ് രക്ഷ നൽകിയിട്ട് ആ കുഫറിൽ തന്നെ മടങ്ങിപ്പോയിട്ട് നരകത്തിലേക്ക് എറിയപ്പെടുക. അങ്ങനെ ചില ആളുകളുണ്ട്, മഅദല്ലാഹ്. അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് വിശദീകരിക്കുന്നില്ല. അപ്പോ ഒരു മെമ്പർഷിപ്പ് ഇവിടെ റബ്ബ് തന്നിട്ട് പിന്നെ അതിൽ ഇത് തെറിച്ചു പോകുക, അത് വെറുക്കുക. ഏതുപോലെ വെറുക്കുക? നരകത്തിൽ ഇടപെടുന്നത് വെറുക്കുന്നത് പോലെ വെറുക്കുക. മെമ്പർഷിപ്പ് കിട്ടിയ ശേഷം അതിൽ നിന്ന് തെറിച്ചു പോകുന്നത്, ആ പഴയ ആലയത്തിലേക്ക് തന്നെ മടങ്ങുന്നത്, നാറിൽ ആ പതിക്കുന്നത് എപ്രകാരം വെറുക്കുമോ അപ്രകാരം വെറുക്കുക. അഷ്റഫുൽ ഖൽഖിന്റെ മൊഴിയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അയാൾക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ നേട്ടമെന്താണ്? സ്വർഗത്തിൽ നബിതങ്ങളെ ചങ്ങാത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാം.
റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബിയാണ്. തങ്ങളെ സേവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് നോക്കി നടക്കുന്ന ആളാണ്. തങ്ങളെ രാത്രി കിടന്നുറങ്ങുമ്പോ തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ വെള്ളം വേണ്ടി വരും. ഒരു പാത്രത്തിൽ വെള്ളവും പിടിച്ച് മഹാനായ ആ സ്വഹാബി ഇങ്ങനെ നിൽക്കുന്നു. രാത്രി നട്ടപ്പാതിരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നു. അതാ റബീഅത്ത് നിൽക്കുന്നു, വെള്ളമുണ്ട്. ചോദിച്ചു, എന്താ വേണ്ടത്? എനിക്ക് സേവനം ചെയ്തതല്ലേ, ഉറക്കമൊഴിച്ച് വെള്ളം നൽകാൻ കാത്തിരുന്നതല്ലേ, വേണ്ടത് ചോദിച്ചോ? ചോദ്യം എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്നാ. നബിയേ, നാളെ സ്വർഗത്തിൽ തങ്ങളെ ചങ്ങാത്തം വേണം, തങ്ങളെ കൂട്ടു വേണം, തങ്ങളെ സഹവാസം വേണം. അപ്പൊ നാളെ സ്വർഗത്തിൽ നബി തങ്ങളെ കൂട്ട് കിട്ടാൻ എന്താ വഴി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സൗബാൻ എന്നായിരുന്നു. അദ്ദേഹം എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ടിരിക്കണം, തങ്ങളെ കാണാതിരിക്കാനും കഴിയില്ല. ഒരല്പസമയം പോലും തങ്ങളെ പിരിഞ്ഞിരിക്കാനും കഴിയില്ല. എപ്പോഴും തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, തങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപം സൗബാൻ തങ്ങൾ വരുന്നു. വഖദ് തഗയ്യറ ലൗനുഹു, നിറമാകെ മാറിയിട്ടുണ്ട്. യുറഫുൽ ഹുസ്നു ഫീ വജ്ഹിഹി, മുഖത്ത് നോക്കുമ്പോൾ അറിയാം വല്ലാത്ത ദുഃഖമുണ്ട്. ചോദിച്ചു, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, നിങ്ങളെ വിവരണമാക്കി കളഞ്ഞതെന്താ? നിങ്ങളെ നിറം ഭേദപ്പെടാനുള്ള കാരണമെന്താണ്? വല്ല രോഗവുമുണ്ടോ സൗബാനേ? യാ റസൂലല്ലാഹ്, മാ ബി മറളുൻ വലാ വജഉൻ, എനിക്ക് രോഗമില്ല, ഒരു വേദനയുമില്ല. ഗൈറ ഇൻ ലം അറക, തങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. അസുഖമതാണ്, വേറെയൊന്നുമല്ല. തങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. തങ്ങളെ കാണുന്നത് വരെ സമാധാനമില്ല. വീട്ടിൽ പോയാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചോടുകയാണ്. തങ്ങളെ മുഖം കാണാതെ സമാധാനമില്ല. അപ്പൊ ചിന്ത എന്താണെന്നറിയുമോ? നാളെ സ്വർഗത്തിൽ തങ്ങൾ കടന്നാൽ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ തങ്ങൾ. ഞാൻ സ്വർഗത്തിൽ കടക്കുമോ എന്നറിയില്ല. കടന്നാൽ തന്നെ തങ്ങളെ കൂടെ എത്തിപ്പെടാൻ കഴിയില്ലല്ലോ. ആ വിഷമമാണ് നബിയേ. അപ്പോഴാണ് ഖുർആൻ അവതരിച്ചത്. ഉമയ്യുത്ഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഭയപ്പെടണ്ട, വിഷമിക്കണ്ട. ആര് അല്ലാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ടുവോ, തീർച്ചയായും അവൻ അമ്പിയാക്കളോടുകൂടെ സ്വർഗത്തിൽ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടും, തീർച്ച. അത് സൗബാൻ തങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. അപ്പൊ മൂന്നാമതൊരു നേട്ടം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ അവിടുത്തെ ചങ്ങാത്തം ലഭിക്കും എന്നുള്ളതാണ്. അതൊരു വലിയ നേട്ടമല്ലേ? ചെറിയ നേട്ടമാണോ? ആ നേട്ടത്തെക്കാൾ വലിയ നേട്ടം എന്താണ്? ഇമാം റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ വിത്രിയയിൽ ആ റൗള ശരീഫ് കാണാനുള്ള വെമ്പലിങ്ങനെ പറഞ്ഞതു കാണാം. മുനാഇ മിനദ് ദുനിയാ ഉഖബ്ബിലു ഖബ്റഹു, ദുനിയാവിലെ എന്റെ ആഗ്രഹം എന്താണ്? അഷ്റഫുൽ ഖൽഖിന്റെ ഖബറൊന്ന് ചുംബിക്കണം, അതാണ്. അപ്പൊ തങ്ങളെ സഹവാസം കിട്ടുക, അതിനെന്തു വേണം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പണി എന്താണ്? മദീനയിലെ കവലയിൽ അങ്ങാടിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ വന്നാൽ അത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. തേനായിട്ടും നെയ്യായിട്ടും അങ്ങനെ പലതുമായിട്ടും. അപ്പൊ അദ്ദേഹം ആദ്യകാലത്ത് സ്വൽപ്പം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായി. ഈ മദ്യപിച്ചതിന്റെ പേരിൽ ഇസ്ലാമിക ശരീഅത്ത് കോടതിയിൽ അതിന് ഹദ്ദുണ്ട്, നിയതമായ ശിക്ഷയുണ്ട്, അടി. അത് പല പ്രാവശ്യം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഹദ്ദടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരിക്കൽ കൊണ്ടുവന്നപ്പോ ഒരാള് ഇയാൾ എന്താണ് എപ്പോഴും ഇങ്ങനെ വെള്ളമടിച്ച് നടക്കുന്നത് എന്നൊരു ശാപവാക്ക് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, ലാ തൽഅനൂ ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലാ. അയാളെ ശപിക്കരുത്, അയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പിരിശപ്പെടുന്ന ആളാണ്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ ഈ ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളാണ് ഞാനിപ്പോ എണ്ണി പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേട്ടം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി തങ്ങളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ ഒന്ന് ദുനിയാവിലെയും ആഖിറത്തിലെയും ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്ന് തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വർഗത്തിൽ നാളെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആളുകളെ പറ്റിയോ അതല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അടയാളങ്ങളെ പറ്റിയോ അതല്ലെങ്കിൽ തങ്ങളെ ഖസ്വായിസോ ഫളായിലോ ഏതാണെങ്കിൽ പറയാ. എത്രയും പറയാനുള്ള വിഷയങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ കുറിച്ച് ധാരാളം പറയാനും പഠിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وبارك وسلم عليه. أرحم الرحيم يا راد سيدا يا الملك الجبار يا خالق يا رازق يا الله. ഞങ്ങൾ ഇവിടെ പറഞ്ഞ മദ്ഹുകളെ നീ ഖബൂലാക്കണം അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തമുള്ള സദസ്സാക്കി ഈ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്തും ഹൗദും ജിബാറും ലഭിക്കാൻ ഞങ്ങളെ ഈ സദസ്സിൽ ഞങ്ങളെ സംബന്ധിക്കുന്ന ഞങ്ങളെ അഖ്ദ് ചെയ്യുന്ന മറ്റു സദസ്സുകളും നീ കാരണമാക്കണേ റഹ്മാനെ. അവിടത്തോട് നിഷ്കളങ്കമായ ഇഷ്ഖ് ഞങ്ങളെ ഖൽബിൽ നീ വളർത്തി തരണം അല്ലാഹ്. ആ ഇഷ്ഖ് കൊണ്ട് ഞങ്ങളെ രണ്ട് ലോകവും നീ വിജയിപ്പിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് ശാരീരികമായി മാനസികമായി പല പ്രയാസങ്ങളുണ്ട്. എല്ലാത്തിനും ഖൈറായ ആജിലായ പരിഹാരം നൽകണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ദീനീ ഖിദ്മത്തിലായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് ഞങ്ങളെ ഉസ്താദുമാര് മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങളെ സഹായിച്ച് സ്നേഹിച്ച് ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവർക്കും പ്രദാനം ചെയ്യണം അല്ലാഹ്. ഈ സദസ്സിൽ സംബന്ധിച്ച എല്ലാവരെയും നീ ഖബൂലാക്കണം അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. ഇത്രയും സമയം തങ്ങളെ മദ്ഹ് കേട്ടിരുന്നവരാണ്, അവിടത്തെ പൊരുത്തത്തിന് വഴിയാക്കണം അല്ലാഹ്. പടച്ചവനെ അതുകൊണ്ട് ഞങ്ങൾ ആഖിറവും ദുനിയാവും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെടുത്തി പരീക്ഷിക്കരുതേ അല്ലാഹ്. അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. കടത്തി പരീക്ഷിക്കല്ല അല്ലാഹ്. സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച് പരീക്ഷിക്കരുതേ റഹ്മാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ നാടുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ ഈ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ നേതൃത്വം നൽകിയ പലരും ഖബറിലുണ്ട്. അവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, മർഹമത്ത് നൽകണം അല്ലാഹ്.
പടച്ചവനെ ഞങ്ങൾ ആവിഷ്കരിച്ച റബീഉൽ അവ്വലിന്റെ പരിപാടി, നബിദിന പരിപാടി വളരെ നല്ല രീതിയിൽ നിനച്ചതിലും ഭംഗിയായി നടത്താൻ എല്ലാ വഴികളും ഞങ്ങൾക്ക് തുറന്നു നൽകണം അല്ലാഹ്. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈർ നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണം അല്ലാഹ്. ഇവിടെ വന്ന സഹോദരിമാരെ ഖബൂലാക്കണം അല്ലാഹ്, മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ ഭാര്യമാരെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകളാക്കണം അല്ലാഹ്. ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ടേൽപ്പിച്ചു എല്ലാവർക്കും ഖൈർ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. ഈ പരിപാടിയുമായി സഹകരിച്ചവരുണ്ട്, ഖൈർ നൽകണം അല്ലാഹ്. ഹബീബായ തങ്ങളെ യഖദത്തിലും മനാമിലുമായി പലവരും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.